നമസ്കാരം. ഈ അടുത്ത ദിവസമാണ് തെന്നല ബാലകൃഷ്ണപിള്ള മരിച്ചത്. നമ്മളെല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ളയുടേത്. കോൺഗ്രസ് ഗ്രൂപ്പിൽ നിന്നൊക്കെ വിട്ട് എല്ലാ ഗ്രൂപ്പുകാരെയും ഒന്നിച്ച് മുന്നോട്ട് നയിച്ചിരുന്ന നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. 1996 മുതൽ 2001 വരെ ഭരിച്ചിരുന്ന ഇ നായനാർ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ വരരുത് എന്നുള്ള ഉദ്ദേശത്തോടെ 2001 നടന്ന ഇലക്ഷനിൽ ഞാൻ തെന്നല ബാലകൃഷ്ണപിള്ളയെ കണ്ടിരുന്നു. അതിൽ CPM-കാരായ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരായ 25 MLA-മാരെ തോൽപ്പിക്കാൻ ഞാൻ കൃത്യമായി പദ്ധതി ഒരുക്കിയിരുന്നു. അതിൽ ഭരണത്തിലിരിക്കുമ്പോൾ കാട്ടിക്കുട്ടിയ അഴിമതികൾ ചെയ്ത നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് അവരെ പറ്റിയുള്ള സ്റ്റോറീസ് പ്രസിദ്ധീകരിച്ചിട്ടാണ് ആ ലക്കം ക്രൈമിൻ്റെ കോപ്പികൾ എല്ലാ വീടുകളിലും എത്തിച്ചിട്ടാണ് അന്ന് ഇലക്ഷനിൽ അട്ടിമറി വിജയം നേടിയിട്ടുള്ള 25 സീറ്റുകളിൽ. അത് വമ്പൻ വിജയമായിരുന്നു. അങ്ങനെ അധികാരത്തിലെത്തിയ തെന്നല ബാലകൃഷ്ണപിള്ള അധികാരത്തിലെത്തിച്ച ശേഷം തെന്നല ബാലകൃഷ്ണപിള്ളയെ മാറ്റി കെ മുരളീധരൻ KPCC പ്രസിഡൻ്റായി. അങ്ങനെയുള്ള ഒരു തെന്നല ബാലകൃഷ്ണപിള്ള മരിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാൻ സാധാരണ കോൺഗ്രസ്സുകാർ മരിച്ചാൽ പോകാത്ത സ്ഥലത്ത് പിണറായി വിജയൻ എത്തി. പിണറായി വിജയൻ എത്തിയതിന് പിന്നിൽ മറ്റൊരു ഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നു. അദ്ദേഹം പിടിക്കപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ മകൾ പിടിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് BJP ഗവൺമെൻറ് പിണറായി വിജയനെ കൈയൊഴിയുന്നു, അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ എടുത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ചില വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിലാണ് അദ്ദേഹം തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ഭൗതിക ശരീരം സന്ദർശിക്കാൻ വരികയും തുടർന്ന് അടച്ചിട്ട റൂമിൽ AK ആൻ്റണി, VD സതീശൻ തുടങ്ങിയുള്ള നേതാക്കന്മാരോടൊപ്പം സൗഹൃദ സംഭാഷണം എന്നുള്ള പേരിൽ രഹസ്യ സംഭാഷണം നടത്തിയിട്ടുള്ളത്. പുറത്തു വന്ന വിവരം പിണറായി വിജയൻ ഇവരുടെ കാല് പിടിച്ചു, VD സതീശൻ്റെ കാല് പിടിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം ഉപദ്രവിക്കരുതേ, കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം പൊറുക്കണമേ, എന്നെ ദയവായിട്ട് ഉപദ്രവിക്കരുത്, കാരണം മകളെ രക്ഷിക്കണം, മകനെ രക്ഷിക്കണം, കുടുംബത്തെ രക്ഷിക്കണം, കട്ടുമുടിച്ച പണത്തെക്കുറിച്ച് മിണ്ടരുത് എന്നെല്ലാം പറഞ്ഞ് കാല് പിടിച്ചു എന്നുള്ള വാർത്തകളാണ് പറഞ്ഞിട്ടുള്ളത്. ആ ചടങ്ങ് അവിടെ വെച്ച് VD സതീശൻ ശക്തമായി അദ്ദേഹത്തോട് പറഞ്ഞത്രേ, ഇതൊന്നും ഇവിടെ വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ല, നമ്മുടെ കൈവശമല്ലല്ലോ, ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കാരാണ്, ഞങ്ങൾക്ക് ശക്തമായ നടപടി എടുക്കേണ്ടി വരും. എന്നാൽ AK ആൻ്റണി അങ്ങനെയല്ല, ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തെ സഹായിക്കണം എന്നുള്ള നിലപാടിലാണ് നിന്നത് എന്നുള്ള വാർത്തകളും വരുന്നു. അതേസമയത്ത് VD സതീശൻ ഉറച്ച നിലപാടിൽ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മളിവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. താങ്കൾ ഇവിടെ തെന്നല ബാലകൃഷ്ണപിള്ളയെ കാണാൻ വന്നു, മരിച്ച സമയത്ത് എതിർ സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയെ ഒരാൾ വരുന്നത് ഞങ്ങൾ സ്വീകരിക്കേണ്ട ഞങ്ങളുടെ ഉത്തരവാദിത്തം, ഞങ്ങളോട് കാണുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണും. അതേസമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കിവിടെ സംസാരിക്കേണ്ട കാര്യമല്ല. ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ ഉറച്ച നിലപാടാണ്, ഏത് അഴിമതിക്കാരൻ എന്ത് ചെയ്താലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. അതെ, ഇങ്ങനെയുള്ള വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞപ്പോൾ VD സതീശൻ്റെ കാല് പിടിച്ചു എന്നാണ് പുറത്തു വന്ന വിവരം. അതായത് VD സതീശനെ എങ്ങനെയെങ്കിലും മെരുക്കാനുള്ള പിണറായി തന്ത്രം അവിടെ നടന്നില്ല. AK ആൻ്റണിയുടെ പിന്തുണയുണ്ടായിട്ടും അത് നടന്നില്ല എന്നുള്ളതാണ് സത്യം. മുമ്പ് AK ആൻ്റണിയുടെ മകൻ വഴിയായിരുന്നു പിണറായി വിജയൻ ഡൽഹിയിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. നേരത്തെ കൂടാതെ ഡൽഹിയിൽ ഗഡ്കരി വഴിയായിരുന്നു പല അട്ടിമറികൾക്കും നേതൃത്വം നൽകിയത്. അതെല്ലാം പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാം. ലാവ്ലിൻ കേസ് 8 കൊല്ലമായി സുപ്രീം കോടതി കിടക്കുകയാണ്. ചോര നീരാക്കി ഞാൻ കൊണ്ടുവന്ന കേസ് എത്രമാത്രം സത്യസന്ധമാണ് അതിൽ കൃത്യമായി പറയുന്നുണ്ട്. 100 കോടി രൂപയ്ക്ക് ഈ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾ പൂർത്തിയാക്കാൻ എല്ലാ തരത്തിലും സൗകര്യം ബെൽ എന്ന കമ്പനി റെഡിയാണെന്ന് ഉള്ള റിപ്പോർട്ട് മാറ്റിവെച്ച് തട്ടിക്കളഞ്ഞ് ചവറ്റുവട്ടയിൽ എറിഞ്ഞിട്ടാണ് പിണറായി വിജയൻ ലാവ്ലിൻ എന്ന് പറയുന്നത് കനേഡിയൻ കമ്പനിയുമായി അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടത്. 278 കോടി രൂപയ്ക്കാണ്. കൂടാതെ 98.3 കോടി രൂപ മലബാർ ക്യാൻസർ സെൻ്റർ എന്ന സ്ഥാപനത്തിലേക്ക് സൗജന്യമായി ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ സംഭവം. അങ്ങനെ ആ പണമെല്ലാം തട്ടിയെടുത്ത് പിണറായി വിജയൻ കോടികൾ സമ്പാദിച്ചു എന്നുള്ളതിൻ്റെ രേഖകൾ ഇതിനിടയിൽ ഷോൺ ജോർജ് ഇതിനെ കണ്ടെത്തിയിരുന്നു. അദ്ദേഹം ഇതിനെതിരെ പരാതി കൊടുത്തിരുന്നു. മാത്രമല്ല SFIO അന്വേഷണം വളരെ ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയനും മകളും കുടുങ്ങുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിയും വന്നിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ പിണറായി വിജയൻ അകത്താകുമെന്നുള്ള കൃത്യമായിട്ടുള്ളൊരവസ്ഥയിൽ പിണറായി വിജയൻ കോൺഗ്രസിൻ്റെ കാല് പിടിക്കാൻ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് BJPയെ കൊണ്ട് ഇനി രക്ഷയില്ല, ഇനി കോൺഗ്രസിൻ്റെയാണ് കാല് പിടിക്കേണ്ടത് എന്നുള്ള നിലയിലാണ് അദ്ദേഹം VD സതീശനെ കാല് പിടിച്ചത്. എന്നാൽ VD സതീശന് തട്ടിക്കളയുക മാത്രമല്ല, ഞങ്ങളുടെ കൈവശമൊന്നുമല്ല ഇത്, അത് നിയമപ്രകാരം നീങ്ങട്ടെ, നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇതിനെക്കുറിച്ച് അവിടെ നടന്നുള്ള ചർച്ചകളുടെ കാര്യങ്ങളെല്ലാം ഇനിയും പുറത്തു
വരും. നേരത്തെ പിണറായി വിജയനും അതേപോലെ ഗണേശനും സരിതയും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് എറണാകുളം വെച്ച് ഗസ്റ്റ് ഹൗസ് വെച്ച് 2015 ഗൂഢാലോചന നടത്തിയിട്ടാണ് സരിത നായർ ഒരു 5 പേജ് എക്സ്ട്രാ എഴുതി ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു പറഞ്ഞ കഥയുണ്ടാക്കിയത്. അത് ഡെവലപ്പ് ചെയ്താണ് കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് ആ സമയത്ത് CPM എല്ലാ മേഖലകളിലും ഇത് ഏറ്റെടുക്കുകയും പത്രദൃശ്യ മാധ്യമങ്ങൾ വലിയ പ്രചാരണം നടത്തുകയും ചെയ്തതോടെ ഉമ്മൻചാണ്ടി പരാജയപ്പെട്ടു, ആ ഗവൺമെൻറ്റേ പരാജയപ്പെട്ടു, മുന്നണിയെ പരാജയപ്പെട്ടു. അങ്ങനെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. 2021 കോവിഡിൻ്റെ കാലത്തിൽ ദൈവമായി ജനങ്ങൾ കണ്ട് ആരെയും കാണാത്ത ആ സമയത്ത് എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് TV പ്രത്യക്ഷപ്പെടുന്ന പിണറായി വിജയൻ ദൈവമായി കണ്ട് അദ്ദേഹം കൊടുത്ത കിറ്റും പെൻഷനും വാങ്ങിയ ഇതാണ് ദൈവം, ദൈവത്തിന് വോട്ട് ചെയ്യാം എന്നുള്ളത് വോട്ട് ചെയ്ത് ചതിക്കപ്പെട്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഇപ്പോൾ എല്ലാം കള്ളമായിരുന്നു, തട്ടിപ്പായിരുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി. ആരുടെ കാലാണോ പിടിക്കേണ്ട അവരുടെ കാല് പിടിച്ച് മകളെ രക്ഷിക്കുക എന്നുള്ള പിണറായി വിജയൻ്റെ സ്ഥിരം തന്ത്രമാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. മരിച്ച സ്ഥലമാണ്, തെന്നല ബാലകൃഷ്ണപിള്ള മരിച്ച സ്ഥലമാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും പിണറായി വിജയൻ അതൊന്നും ഒരു പ്രശ്നമാണ്. മകൾക്ക് വേണ്ടി ഏത് പാതാളത്തിൽ പോയിട്ടാണെങ്കിൽ ആരുടെ കാല് പിടിക്കാനും പിണറായി വിജയൻ റെഡിയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് VD സതീശനെ കാല് പിടിച്ച് കരഞ്ഞത്. നന്ദി, നമസ്കാരം.